Hi friends, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു റൈസ് റെസിപ്പിയാണ്. പ്രോൺസ് റൈസ് ആണ്, അല്ലെങ്കിൽ ചെമ്മീൻ ചോറ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് മലബാർ സൈഡിലൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. ഇതൊരു ഇറച്ചിച്ചോറിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1/2 kg ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ എടുക്കുമ്പോൾ ചെറിയ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ നല്ല കൂടുതലായിരിക്കും, വലുതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സൈസ് സബോള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ ഒരു എണ്ണമാണ് എടുത്തിട്ടുള്ളത്, അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടി സാധാരണ ജീരകശാലയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബസ്മതിയാണ്. അപ്പോൾ ജീരകശാല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു റൈസിന് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1 pot റൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇറച്ചിച്ചോറൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിട്ടെടുക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ബിരിയാണിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കൂടി ഈസിയാണ് ഈ ഒരു റൈസ്. എന്നാൽ ചെമ്മീൻ ചോറ് ചെമ്മീൻ ബിരിയാണിയുടെ പോലെ തന്നെ നല്ല ഫ്ലേവറാണ്. എനിക്ക് തോന്നുന്നു ബിരിയാണിനെക്കാട്ടി ഒന്നും കൂടെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു റൈസിന്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ സാധാ ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഒരു 4-5 ഏലക്കായ, അതുപോലെ തന്നെ കറുവപ്പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കുരുമുളക് പൊടി ഈ മസാലയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു ബേ ലീഫ്, ഇതാണ് നമ്മുടെ ഹോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ 1/2 to 1/4 ടീസ്പൂൺ വരെ ആവാം കേട്ടോ. പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു സവോള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഹോൾ ഗരം മസാല ഒന്ന് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴന്ന് വരാം. വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പച്ചമസാലയുടെ ആ ഒരു മണമൊക്കെ പോകുന്ന വരെ തന്നെ വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ അളവ് ആ ഒരു പ്രോൺസ് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ടൊമാറ്റോ ആണ്. അപ്പോൾ ഒരെണ്ണമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് നന്നായി വേവുന്ന വരെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ആയിട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ പ്രോൺസ് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി വെച്ചിട്ട്. അപ്പോൾ ആ ഒരു എരിവും കൂടെ ഇതിനകത്തേക്ക് വരും. നമ്മൾ കുരുമുളക് പൊടി ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതും 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 1 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 1/4 ടീസ്പൂൺ വരെ ഒക്കെ മതിയെങ്കിൽ അങ്ങനെ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പൊടികളുടെ ഒക്കെ ആ ഒരു പച്ചമണം പോകുന്ന വരെ തന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് നന്നായി കൂട്ടി വെച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ മസാല എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ പ്രോൺസിൻ്റെ. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെമ്മീൻ സെപ്പറേറ്റ് പൊരിച്ചിട്ട് റൈസിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും അരിക്ക്. ആ ഒരു ചോറ് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കുന്നത്.
ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ പ്രോൺസ് ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വേവിച്ചിട്ടെടുക്കാം. നന്നായി ഒന്ന് പരത്തി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഷാലോ ഫ്രൈ പോലെ തന്നെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു 3 മിനിറ്റിന് ശേഷം തുറന്നെടുത്തപ്പം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മസാലയ്ക്ക്. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് അരി വേവിക്കാനുള്ള വെള്ളമാണ്. എത്ര ഗ്ലാസ് അരിയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്രോൺസ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ കൊണ്ട് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് റെഡിഷ് കളറായിട്ട് തോന്നുന്നത്. ചെറിയൊരു യെല്ലോ കളർ പോലെയാണിത് ഇരിക്കുക. അപ്പോൾ ആ ഒരു പ്രോൺസ് നോർമൽ മുളക് പൊടി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കളറ് വെള്ളത്തിനുണ്ടാവില്ല. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലൈം ജ്യൂസും കൂടി ഇടാം അരി വേവിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വെള്ളം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അരി നേരത്തെ കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അരി തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അപ്പോൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ വറ്റിച്ച് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇറച്ചിച്ചോറിലും ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇറച്ചിച്ചോറിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ മേലൈക്കാട്ടിലും ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് ടൈം ഓരോ അരിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകശാല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഈ ഒരു റൈസ് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ജീരകശാലയിൽ ഇത് ചെയ്യുമ്പോൾ. ബസ്മതി വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒരു 5-6 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ ബിരിയാണിക്ക് കൂട്ടുന്ന അതേ ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും സെർവ് ചെയ്യണത്. അപ്പോൾ ചെമ്മീനിൻ്റെ നല്ല ഫ്ലേവറുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് റൈസ് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.